മുസ്ലിം ലീഗ് പിന്തുണയോടെ CPM അംഗം സബീന ബിഞ്ചു തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ. UDFൽ കോൺഗ്രസും മുസ്ലിം ലീഗും ചെയർമാൻ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. ധാരണയിലെത്താൻ കഴിയാതെ വന്നതോടെ ഇരുവരും സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയായിരുന്നു. ആർക്കും ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതിനെ തുടർന്ന് മൂന്നാം റൗണ്ട് വോട്ടിംഗിൽ മുസ്ലിം ലീഗ് LDFനെ പിന്തുണയ്ക്കുകയായിരുന്നു. സ്വന്തം പക്ഷത്ത് നിന്ന് കൂറുമാറിയ 2 കൗൺസിലർമാരെ അയോഗ്യരാക്കിയും LDFിലെത്തി ചെയർമാനായ സനീഷ് ജോർജിനെ രാജിവയ്പ്പിച്ചും ഉപതെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടിയും വലിയ പ്രഭാവത്തിൽ നിന്ന് UDFനെ മുന്നണിയിലെ ഭിന്നത തിരിച്ചടികളിലേക്കും നാണക്കേടുകളിലേക്കുമാണ് എത്തിച്ചിട്ടുള്ളത്. ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ UDFിലെ 3 ഘടകകക്ഷികളും മുന്നണിക്കുള്ളിൽ അവകാശവാദം ഉന്നയിച്ചു. ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസും രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗും തമ്മിലാണ് പ്രധാനപ്പെട്ട വടംവലി നടന്നത്. തിരക്കിട്ട ചർച്ചകൾക്കൊന്നും പ്രശ്നം പരിഹരിക്കാനായില്ല. അവസാനം മുന്നണിയില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസും ലീഗും തീരുമാനമെടുക്കുകയായിരുന്നു. ആദ്യ റൗണ്ടിൽ LDFനും കോൺഗ്രസിനും ലീഗിനും BJPക്കും സ്ഥാനാർത്ഥികളുണ്ടായി. ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഏറ്റവും കുറച്ച് വോട്ട് ലഭിച്ച മുസ്ലിം ലീഗ് പുറത്തായി. LDFന് 10ഉം കോൺഗ്രസിന് 7ഉം BJPക്ക് 8ഉം ലീഗിന് 6 വോട്ടുകളുമാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ചത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ LDFന് 10ഉം കോൺഗ്രസ് സ്ഥാനാർത്ഥി 9ഉം BJPക്ക് 8ഉം വോട്ടുകൾ ലഭിച്ചു. മുസ്ലിം ലീഗ് മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നു. ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച BJP പുറത്തായി. ഇതോടെ മുനിസിപ്പൽ ഓഫീസിന് പുറത്ത് സംഘർഷം രൂപപ്പെട്ടു. ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വെല്ലുവിളിയും വാക്കേറ്റവും ഉണ്ടായി. LDF പിന്തുണയോടെ വിജയിച്ച് രാജിവെച്ച സനീഷ് ജോർജ് UDFന് വോട്ട് ചെയ്ത് LDF പ്രവർത്തകരും ചോദ്യം ചെയ്തു. സനീഷ് ജോർജിനെ തേടിയെത്തിയ LDF പ്രവർത്തകരെ പോലീസ് പിന്തിരിപ്പിച്ചു. മുന്നണി മാറിയും കളം മാറിയും കൗൺസിലർമാർ വോട്ട് ചെയ്തോടെ ഇതുവരെ ഒന്നിച്ചു നിന്നവർ തമ്മിൽ പോരടിക്കുന്ന കാഴ്ചയാണ് നഗരസഭാ ഓഫീസിന്റെ പരിസരത്ത് കണ്ടത്. അവസാന റൗണ്ട് തെരഞ്ഞെടുപ്പിൽ LDFും കോൺഗ്രസും മാത്രമായ രംഗത്ത്. മത്സരത്തിൽ നിന്ന് നേരത്തെ വിട്ടുനിന്ന ലീഗ് ഇക്കുറി LDF സ്ഥാനാർത്ഥി സബീന ബിഞ്ചുവിന് വോട്ട് ലഭിച്ചു. ഇവർക്ക് 14 വോട്ടുകൾ ലഭിച്ചു. മറുപക്ഷത്ത് നിന്ന് കോൺഗ്രസിനും വോട്ട് ലഭിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി K ദീപകിന് 10 വോട്ടാണ് ലഭിച്ചത്. LDFന്റെ കൈപ്പിടിയിൽ നിന്ന് പോയ മുനിസിപ്പൽ ഭരണം ഇതോടെ UDF തന്നെ താലത്തിൽ വെച്ച് LDFന് നൽകുന്ന കാഴ്ചയാണ് കണ്ടത്. മുന്നണി ബന്ധത്തിലും ഇത് വലിയ ഉലച്ചിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജില്ലാ UDF ഏകോപന സമിതിയിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. തദ്ദേശ സ്ഥാപനങ്ങളിലെ മുന്നണി ബന്ധം സംബന്ധിച്ച തീരുമാനം സംസ്ഥാന നേതൃത്വം എടുക്കട്ടെ എന്നാണ് പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കം നടത്തുന്ന UDFനെ സംബന്ധിച്ച് സംഭവവികാസങ്ങൾ വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. 13 അംഗങ്ങൾ ഉണ്ടായിരിക്കുകയും സ്വതന്ത്രന്റെ പിന്തുണ ലഭിക്കാനുള്ള സാഹചര്യം ഉരുത്തിരിയുകയും ചെയ്തിട്ടും നേട്ടമുണ്ടാക്കാൻ കഴിയാത്തത് വലിയ നാണക്കേട് തന്നെയാണ് UDFന് സമ്മാനിച്ചിരിക്കുന്നത്. തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കുന്നെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ. 7,990 രൂപയുടെ ഒരു ബെഡ്, കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് 5 ഇയർ വാറന്റിയോട് കൂടി. 8,900 രൂപയ്ക്ക് 3 ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ 6,900 രൂപയ്ക്ക് 2 ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ. കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ 3 ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ 2 ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബെഡ്റൂം സെറ്റ് ഔട്ടിനായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും കൂടെ കിട്ടും. ഫാമിലി പർച്ചേസിന് 5,000 രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ്. കൂടാതെ വെറും 12,000 രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ്. എവിടെയെങ്കിലും കിട്ടും. അത് നല്ല കിട്ടിലൻ ക്വാളിറ്റി ആൻഡ് കിട്ടിലൻ ഡിസൈൻസിൽ അവൈലബിൾ ആണ്. ബെഡ് മേടിക്കുമ്പോൾ 50% ഓഫ് ആണ്. പില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. മെമ്മറി ഫോം, ലാറ്റക്സ്, സ്പ്രിംഗ് ബെഡ്, ഓർത്തോ, മെഡിക്കെയർ അങ്ങനെ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ടേബിളിന്റെ ചെയറിന്റെ 1 ശേഖരം ഇവിടെ ഉണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് വരുന്ന രീതിയിലുള്ള സ്പൈനൽ ചെയേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. 3,500 രൂപയുടെ കട്ടിൽ മേടിക്കുമ്പോൾ 10,400 ലാറ്റക്സ് ബെഡ് ഫ്രീ ആണ് കേട്ടോ. എല്ലാ ടൈപ്പ് ഫർണിച്ചേഴ്സും ഇവിടെ കിട്ടും. നിലമ്പൂർ തേക്കിൽ പണിത ഫർണിച്ചേഴ്സും ഇവിടെ ലഭ്യമാണ് കേട്ടോ. പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ്. EMI അവൈലബിൾ ആണ്. ഓൾ കേരള ഡെലിവറി ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ.